സഹോദരങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 10,000-കണക്കിനുള്ള സന്ദേശം സ്വന്തം ജീവിതത്തിൽ അനുസരിക്കുകയോ വിശ്വസിക്കുകയോ കേട്ടിട്ട് പോലുമില്ല, അത് അനുസരിക്കുക പോലുമില്ല. എന്നിട്ടാണ് ഈ 2-3 വാക്യങ്ങൾ മാത്രം എടുത്തു പിടിച്ച് അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞ് തലേ ചവച്ചുകൊണ്ട് സുലൈമാനെയും അതുപോലെ തന്നെ ജിഹാദികളെയും സകല ഇസ്ലാമിന്റെയും പാഷണ്ഡതകളെയും പിശാചും ദൈവവും ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടും ഈസായി യേശു എതിർ ക്രിസ്തു ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചു കൊണ്ട് നടക്കുന്നത്. അവരുടെ ഉദ്ദേശം, അവരെ നയിക്കുന്ന സ്പിരിറ്റ് ക്രിസ്തുവിന്റെ അല്ല, ദൈവത്തിന്റെ അല്ല, അത് സാത്താന്റെ ആണെന്ന് തന്നെയാണ് ഉദ്ദേശം. അത് എത്ര വല്ല കുരിശുദ്ധക്കാരൻ നിശ്ചായന്റെ വേഷത്തിൽ വന്ന് കിടന്ന് സംസാരിച്ചാലും അത് കുരിശുദ്ധക്കാരൻ പ്രഖ്യാപിച്ചിരിക്കുന്ന കാക്കയാണെന്നുള്ളത് ബോധമുള്ളവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ഒന്നും കൂടി വ്യക്തമായി പറയുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സഭയുടെ പ്രബോധനങ്ങളിൽ ഈ വന്നിരിക്കുന്ന വാക്ക് ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എബ്രഹാമും ഇബ്രാഹിമും ഒന്നാണെന്നുള്ളതാണ്. അതായത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, പരിത്രാണ പദ്ധതി സൃഷ്ടാവിനെ അംഗീകരിക്കുന്നവരെ എല്ലാം തന്നെ ആശ്ലേഷിക്കുന്നു. അവരിൽ പ്രാധാന്യം അർഹിക്കുന്നവർ അബ്രഹത്തിന്റെ വിശ്വാസം മുറുകെ പിടിക്കുന്നുവെന്ന് ഏറ്റുപറയുകയും പറഞ്ഞു. അതായത് എബ്രാഹത്തിന്റെ വിശ്വാസം മുറുകെ പിടിക്കുന്നുവെന്ന് ഏറ്റുപറയുക. അപ്പൊ എബ്രാഹത്തിന്റെ വിശ്വാസം ഞങ്ങൾ മുറുകെ പിടിക്കുന്നു ഏറ്റു പറയുന്നത് ആരാണ്? മുസ്ലിങ്ങളാണെന്നും അതുകൊണ്ട് മുസ്ലിങ്ങളെയും കൂടി നമുക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ചിന്താഗതി എന്ന് വന്നതാണ്. പക്ഷെ ഇവരുടെ എബ്രഹാം എന്ന് പറയുന്ന ഇബ്രാഹിം പറയുന്നത് ഒന്നല്ല എന്നുള്ളതും അവിടെ മക്കളെ കൊണ്ട് ബലിയർപ്പിച്ചത് ഒന്നല്ല എന്നുള്ളതും അറിയാവുമ്പോൾ ഇത് രണ്ടും ഒന്നല്ല, അവിടെ എബ്രാഹത്തിന്റെ വിശ്വാസമേ അല്ല എന്നുള്ളത് ആണ് അടിസ്ഥാനം. അപ്പൊ എബ്രാഹത്തിന്റെ വിശ്വാസമല്ല ഇബ്രാഹിമിലൂടെ മുസ്ലിങ്ങളുടെ വിശ്വാസം എന്നതുകൊണ്ടും എബ്രഹാം ബലിയർപ്പിച്ച പുത്രനെ അല്ല മുസ്ലിങ്ങൾ ഇബ്രാഹിം ബലിയർപ്പിക്കുന്ന പുത്രനെന്നും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അത് ക്രിസ്തുവിന്റെ ഏകപുത്രനായ ദൈവത്തിന്റെ ബലിക്ക് മുന്നോടിയായിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് എബ്രാഹിമിന്റെ വിശ്വാസത്തിന്റെ പിതാവായിരിക്കുന്ന എബ്രാഹിമിന്റെ ബലിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ച ഒരു സത്യം പറഞ്ഞ പച്ചമലയാളത്തിൽ പറഞ്ഞ പട്ടിഷോ എന്ന് പറയുന്ന സംഗതി നടത്തിയതിനെ കൊണ്ടുവന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെ വിശ്വസിക്കുന്ന തലത്തിലേക്ക് പോകുമ്പോൾ അത് എബ്രാഹത്തിന്റെ വിശ്വാസമല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എബ്രഹാത്തെ വിശ്വസിക്കാത്ത മുസ്ലിങ്ങൾ എബ്രാഹിമിക് റിലീജിയനിൽ പെടില്ല എന്നുള്ളതാണ് വസ്തുത. എബ്രഹാത്തിനെ വിശ്വസിക്കണമെങ്കിൽ എബ്രഹാം ആരാണ്? ഒറിജിനൽ എബ്രഹാം ആയിരിക്കണം. എബ്രഹാം ബലിയർപ്പിച്ച പോലെ ഇസാക്കിനെ ബലിയർപ്പിച്ചതായിരിക്കണം. അതിപ്പോൾ ഇസ്മായിലിനെ ബലിയർപ്പിക്കുന്ന ഇബ്രാഹിം അല്ല ഇവിടെയുള്ളത്. എബ്രഹാത്തിന്റെ വിശ്വാസം ആരിലായിരുന്നു? യഹോവയിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യഹോവയിലാണ് വിശ്വസിക്കേണ്ടത്, അല്ല അള്ളാഹിലല്ല വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് എബ്രഹാമിന്റെ വിശ്വാസം മുറുകെ പിടിക്കുന്നു പറയുന്ന മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങൾ യഹോവയിൽ വിശ്വസിക്കണം. യഹോവ മനുഷ്യനെ അവതരിച്ചിരിക്കുന്ന യേശുക്രിസ്തു വിശ്വസിക്കണം. യേശുക്രിസ്തു ദൈവമായിട്ട് വിശ്വസിക്കണം. അവനെ പ്രവാചകനായിട്ട് വിശ്വസിച്ചാൽ പോരാ, അവനെ ദൈവമായിട്ട് തന്നെ വിശ്വസിക്കണം. അപ്പൊ ഇതാണ് ഇതിന്റെ അർത്ഥം കിടക്കുന്നത്. അതുകൊണ്ട് എബ്രഹാമിക് റിലീജിയൻ അല്ല ഇസ്ലാമിക റിലീജിയൻ എന്നതുകൊണ്ട് മാത്രം ഈ വചനം തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ എങ്ങനെ ആര് പ്രഖ്യാപിക്കുന്നു? ഇത് കത്തോലിക്ക് പ്രഖ്യാപിച്ചാണോ? മുസ്ലിങ്ങൾ പ്രഖ്യാപിച്ചാണോ? മുസ്ലിങ്ങൾ പ്രഖ്യാപിച്ചതുകൊണ്ട് ശരിയാണെന്നില്ല. അപ്പോൾ ഒരു വിശ്വാസ സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ സഭയുടെ പ്രബോധനം എപ്പോഴും ക്രൈസ്തവ വിശ്വാസ സത്യത്തെക്കുറിച്ചുള്ള മജിസ്റ്റേറിയം പറയുന്നതിലാണ്. ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ ക്രൈസ്തവ വിശ്വാസം ഇന്നതാണെന്ന് പറയാം. കത്തോലിക്ക സത്യത്തെക്കുറിച്ച് മാത്രമേ പറയുമ്പോഴാണ് തെറ്റാവരുള്ളൂ. അല്ലാതെ മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണെന്നും അവരെന്ത് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതിലും തെറ്റാവരമില്ല മക്കളെ, തെറ്റാവരമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം മുസ്ലിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇബ്രാഹിം ഒന്നല്ലാത്തത് കൊണ്ട് അവിടെ അടിസ്ഥാനപരമായി ഈ പ്രഖ്യാപനം എന്നത് തെറ്റായി മാറുകയാണ്. അതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ അവരിൽ പ്രാധാന്യം അർഹിക്കുന്നവരെന്ന് പറയുന്നതാണ് എബ്രാഹത്തിന്റെ വിശ്വാസം മുറുകെ പിടിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. അവരേറ്റുപറയുന്ന എബ്രാഹത്തിന്റെ വിശ്വാസം മുറുകെ പിടിക്കുന്ന ഇബ്രാഹിമിന്റെ വിശ്വാസം മുറുകെ പിടിക്കുന്നതാണ്. അതുകൊണ്ട് അവർ പറയുന്ന വിശ്വാസ സത്യമല്ല ക്രൈസ്തവ വിശ്വാസ സത്യം. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തെ എന്തെന്ന് നിർവചിക്കാൻ കത്തോലിക്ക സഭാ പണ്ഡിതന്മാർക്ക് അവകാശമില്ല, അവർക്കത് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് സിനഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും ശരി, മുസ്ലിങ്ങളുടെ വിശ്വാസം പറയാനല്ല ക്രൈസ്തവ പണ്ഡിതന്മാരുള്ളത്. ക്രൈസ്തവരുടെ വിശ്വാസം എന്താണ്, ദൈവവിശ്വാസം എന്താണ്, ദൈവത്തിലുള്ള വിശ്വാസം എന്താണ്, അത് പറയാനാണ്. അത് പറയുമ്പോൾ മുസ്ലിങ്ങൾ അങ്ങനെ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് എബ്രഹാമിക് റിലീജിയൻ ആയതുകൊണ്ട് അവർക്ക് പരിത്രാണ പദ്ധതി ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് അത് അവരുടെ വിശ്വാസവും കാര്യങ്ങളും പറയാനല്ല ക്രൈസ്തവ വിശ്വാസം. ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് നിർവചിക്കേണ്ടത് അവരുടെ വിശ്വാസത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പോയിന്റ് കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതിനെ പറ്റി വ്യക്തമായ ഇതൊരു പുസ്തകമുണ്ട്, സത്യത്തിലേക്ക് എന്നൊരു പുസ്തകമുണ്ട്. സത്യത്തിലേക്ക് ഇത് ഡോക്ടർ ജോസ് പെണ്ണാവറമ്പിൽ അച്ഛനാണ്, താമരശ്ശേരിയിലെ അച്ഛനാണ്. അച്ഛൻ ഈ വിഷയത്തിൽ ഇസ്ലാമിക് സ്റ്റഡീസിലെ ഡോക്ടറേറ്റ് എടുത്ത പുരോഗതിനാണ്. അപ്പൊ അച്ഛൻ ഈ സത്യത്തിലേക്ക് എന്നുള്ള പുസ്തകം എഴുതുന്ന സമയത്ത് അച്ഛൻ ഈ പുസ്തകം എനിക്ക് പ്രൂഫ് റീഡിങ്ങിന് എനിക്ക് തന്നിരുന്ന പുസ്തകമാണ്. അപ്പം അച്ഛന്മാരെ സംബന്ധിച്ചോളം പുരോഹിതന്മാർ ഇപ്പോഴും ഈ സഭയുടെ പ്രബോധനം പഠിച്ച് അവർ അനുസരിക്കാൻ വിധേയപ്പെട്ടത് കൊണ്ട് അവർ അതിനെപ്പറ്റി ഒരു പുനർചിന്തനം ചെയ്യാതെ അവരിങ്ങനെ അത് പഠിച്ചു പോരുന്നവരായിരിക്കും. അതുകൊണ്ട് ഈ പ്രൂഫ് റീഡിങ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ പുസ്തകത്തിൽ എബ്രഹാമിക് റിലീജിയൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പുസ്തകം എഴുതിയിരുന്നത്.
അപ്പൊ അതുകൊണ്ട് ഞാൻ അച്ഛനോട് ഭയങ്കര തർക്കത്തിൽ ഏർപ്പെട്ടു. അതിന് അംഗീകരിക്കാൻ പറ്റില്ല അച്ഛാ, അത് ശരിയല്ല, ഞാൻ കട്ട് ചെയ്തു. അത് എബ്രഹാമിക് റിലീജിയൻ അല്ല, അത് കറക്റ്റായിട്ട് ക്ലിയർ ആകാത്തതാണ്. സഭയുടെ പ്രബോധനത്തിൽ ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കത് എടുത്ത് അച്ഛൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അച്ഛനത് കൊടുത്ത് അച്ഛൻ്റെ കൂടെ ഞാൻ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഈ സുലൈമാൻ തുർക്കിയോട് പറഞ്ഞ പോലെ തുറന്നോണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് അച്ഛൻ ഏതായാലും അത് ഒഴിവാക്കി. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ അച്ഛൻ പറയുന്നത് ഞാൻ വായിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം ഇസ്ലാമിക് സ്റ്റഡീസിനെ കുറിച്ച് ഡോക്ടറേറ്റ് എടുത്ത അച്ഛനാണ്. സത്യത്തിലേക്ക് ഇന്ന് താമരശ്ശേരിയിൽ നിന്ന് തന്നെ ഇറക്കിയൊരു പുസ്തകമാണിത്. ഈ പുസ്തകം കഴിയുന്നവർക്ക് എല്ലാവർക്കും എടുത്ത് വായിക്കാൻ പറ്റും. നല്ലൊരു പുസ്തകമാണിത്. അതിൽ അങ്ങനത്തേതായ തെറ്റുകൾ വന്നില്ല. അത്യാവശ്യം ഇസ്ലാമിനെ കുറിച്ച് അറിയാനും ബൈബിളിന്റെ വിശ്വാസങ്ങളെ കുറിച്ച് അറിയാനും നല്ലൊരു പുസ്തകമാണിത്. രണ്ടാമത്തെ കാര്യം, ഇതൊന്നും വായിക്കാൻ വേണ്ടി നിങ്ങൾ ഖുർആൻ എടുക്കാനൊന്നും പോകണ്ട. നിങ്ങൾ ഇതിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ എടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ ഖുർആൻ എടുത്ത് പഠിച്ച് വചനം പഠിക്കാനൊന്നും പോകണ്ട. ദൈവവചനത്തിന് ശക്തിയുണ്ട്, തിന്മയുടെ വചനങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങളിപ്പോൾ എനിക്ക് സാത്താനിക് ബൈബിൾ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഫ്രീ മേസൺസിന്റെ സാത്താനിക് ബൈബിൾ എടുത്ത് വായിക്കാൻ പോവാം. വായിച്ചിട്ട് ഗുണം ഉണ്ടാവുക, ദോഷം ഉണ്ടാവും. അതുപോലെ നിങ്ങൾ കരുതിയാൽ മതി. പലതൊന്നും എടുത്ത് വായിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ വചനം വായിച്ച് ആദ്യം അറ്റ്ലീസ്റ്റ് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിച്ചിരിക്കുക. ഈ ദൈവത്തിന്റെ വചനം അറിയാതെ മറ്റുള്ള സാധനമൊക്കെ എടുത്ത് വായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ബന്ധനത്തിൽപ്പെടും. അതിന് ദൈവത്തിന്റെ വചനത്തിന് ദൈവിക ശക്തി ഉള്ളതുപോലെ തന്നെ തിന്മയുടെ വചനങ്ങൾക്കും തിന്മയുടെ ശക്തിയുണ്ട് എന്ന് നമ്മൾ സത്യം അറിഞ്ഞിരിക്കുക. സഭയ്ക്ക് മുസ്ലിങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചും കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന് പരാമർശിക്കുന്നുണ്ട് CCC 841. CCC 841 വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ 16ാം ഖണ്ഡികയിലാണ് വന്നിരിക്കുന്നത്. LG 16 വന്നിരിക്കുന്നത്. രക്ഷാകര പദ്ധതി സൃഷ്ടാവിനെ അംഗീകരിക്കുന്നവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അവരിൽ ഒന്നാമതായിട്ടുള്ള അബ്രാഹത്തിന്റെ വിശ്വാസം പുലർത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിമുകളാണ്. അവർ നമ്മോടൊപ്പം ഏകനും കാരുണ്യവാനും മനുഷ്യനെ അന്തിമ ദിവസം വിധിക്കാനിരിക്കുന്നതിനുമായി ദൈവത്തെ ആരാധിക്കുന്നു. ഈ പ്രസ്താവനയിൽ മുസ്ലിങ്ങൾ അബ്രഹാം പുലർത്തുന്ന വിശ്വാസം പിൻചൊല്ലുന്നു എന്ന അർത്ഥമില്ല. അതാണ് എൻ്റെ പോയിന്റ്. മുസ്ലിങ്ങൾ എബ്രഹാം പുലർത്തിയിരുന്ന വിശ്വാസം പിൻചൊല്ലുന്നു എന്നർത്ഥമില്ല. കാരണം എബ്രഹാം പുലർത്തിയിരുന്ന വിശ്വാസം പിൻചൊല്ലുന്നത് യഹൂദരും ക്രിസ്ത്യാനികളുമാണ്. വ്യക്തമായിട്ട് അടുത്ത അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം പുലർത്തിയിരുന്ന വിശ്വാസം പിൻചൊല്ലുന്നത് യഹൂദരും ക്രിസ്ത്യാനികളുമാണ്. അതായത് ഏകദൈവമായ യഹോവയിലുള്ള വിശ്വാസം. ആ വിശ്വാസം ആർക്കേ ഉള്ളൂ? യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കുള്ളൂ, മുസ്ലിങ്ങൾക്കില്ല. യഹൂദർ വിശ്വസിക്കുന്നത് പോലെ യഹോവയിലല്ല മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്, മറിച്ച് അള്ളാഹുവിലാണ്. അബ്രാഹത്തിന്റെ വിശ്വാസത്തെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല. മതബോധനം എന്ന് പ്രസ്താവിക്കുന്നത് അബ്രാഹത്തിന്റെ വിശ്വാസം പുലർത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിങ്ങളെ അംഗീകരിക്കുന്നു എന്നാണ്. അതായത് അബ്രാഹത്തിന്റെ വിശ്വാസം പുലർത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിങ്ങളുണ്ട് അവിടെ. ഇബ്രാഹിമിനെ പറയരുത്, എബ്രാഹത്തിനെയാണ്. എബ്രാഹിം വിശ്വസിച്ച ദൈവം ആരായിരുന്നു? അബ്രാഹത്തിന്റെ ഇസാഖിന്റെ യാക്കോബിന്റെ ദൈവ. ഈ അബ്രാഹത്തിന്റെ ഇസാഖിന്റെ യാക്കോബിന്റെ ദൈവത്തെ മുസ്ലിങ്ങൾക്ക് ഏറ്റു പറയാൻ പറ്റുമോ? അവരുടെ പേര് യഹോ എന്നാണ്, അള്ളാഹു എന്നല്ല. അത് പറയുന്ന മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ആ മുസ്ലിങ്ങളിൽ അംഗീകരിക്കുന്നു, അവരെ നമ്മൾ എതിർക്കുന്നില്ല. അങ്ങനെയുള്ള അർത്ഥമാണ് നമ്മൾ ഈ സഭയുടെ പ്രബോധത്തിൽ നിന്ന് എടുക്കേണ്ടത്. വിശ്വാസം ഏറ്റു പറയുന്നതും അല്ലെങ്കിൽ അംഗീകരിക്കുന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഇതേക്കുറിച്ച് വിശദീകരണം വെറുതെ നിങ്ങൾ പുസ്തകം വാങ്ങി വായിക്കുക, അറിയാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതായി, നമ്മോടൊപ്പം ഏകനും കാരുണ്യവാനും മനുഷ്യനെ അന്തിമ ദിവസം വിധിക്കാനിരിക്കുന്നതിനുമായി ദൈവത്തെ ആരാധിക്കുന്നു. ഈ പ്രസ്താവനയിലും ക്രിസ്ത്യാനികളും യഹൂദരും മുസ്ലിങ്ങളും ആരാധിക്കുന്ന ദൈവം ഒന്നാണെന്ന് പറയുന്നില്ല, മറിച്ച് ഏകനും കാരുണ്യവാനുമായ ദൈവത്തെ ആരാധിക്കുമെന്ന് മാത്രമേ പറയുള്ളൂ. മേൽ പ്രസ്താവിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കോളൂ. ഈ പുസ്തകം നിങ്ങൾ വാങ്ങുക, വായിക്കുക. അപ്പൊ ഇതിൽ അച്ഛൻ അത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിം ഒന്നുമല്ല, ആ വിശ്വാസമല്ല. അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലും കത്തോലിക്ക സഭയുടെ പ്രബോധനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു യഹോവ ഒന്നാണെന്നും ഈസായും യേശുവും ഒന്നാണെന്നും ഇബ്രാഹിമും ഒന്നാണെന്നും മറ്റുള്ള പ്രവാചകന്മാർ ഡ്യൂപ്ലിക്കേറ്റുകളെല്ലാം ഒന്നാണെന്നും പരിശുദ്ധ ഖുർആനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ജിഹാദികളോ മൗദിയോദ്ധികളോ ദിമ്മികളോ ക്രിസ്ലാമികളോ കത്തോലിക്ക സഭയെ കടന്നിട്ട് ക്രിസ്ത്യാനികളെ എടുത്തിട്ട് നിസ്കാരം പഠിപ്പിക്കാനോ അവിടെ ഇത് പഠിക്കാനോ തക്കികളെ ഇറക്കി ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ ക്രിസ്ത്യ വിശ്വാസത്തെ കൂടി ആദ്യം മനസ്സിലാക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ക്രിസ്തുവിൽ വരിക. രണ്ട് വഞ്ചിയിൽ കാല് വെക്കരുത്, ഒരു വഞ്ചിയിൽ കാല് വെക്കുക. ഒന്നേ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക, കത്തോലിക്കായിട്ട് ജീവിക്കുക, കാല മൂല്യത്തോടുകൂടി ജീവിക്കുക, ക്രിസ്ത്യയുടെ പ്രബോധനങ്ങളെല്ലാം മനസ്സിലാക്കി ദൈവജനനുസരിച്ച് ജീവിക്കുക. ഇല്ലെങ്കിൽ ഉടൻ തന്നെ പോവുക, പൊന്നാനി പോവുക, നിങ്ങൾ മുസ്ലിമായിട്ട് ജീവിക്കുക. അല്ലാതെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വിളയാടാൻ ഒരുത്തം നിൽക്കരുത്. തിരിച്ചു പോകാനുള്ളവർക്ക് തിരിച്ചു പോകാനുള്ള അവസരമുണ്ട്. ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കുക. കർത്താവ് വരുമ്പോൾ ആയാലും ചെറിയ കാര്യങ്ങളുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വ്യാജന്മാരെ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും ഒന്നിലും അടിയുറച്ചിരിക്കുക.
ഒന്നിൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കറക്റ്റ് മായം കലർത്താതെ സത്യസുവിശേഷം വിശ്വസിച്ച് സത്യസഭയുടെ സത്യപ്രബോധനങ്ങൾ അനുസരിച്ച് നല്ല മര്യാദയ്ക്ക് ക്രിസ്തീയത ഉൾക്കൊണ്ട് ജീവിക്കുക. ക്രിസ്തീയതയ്ക്കുള്ളിൽ ഇസ്ലാമികത വേണ്ട. ഇസ്ലാമികത വേണ്ടവർക്ക് ഇസ്ലാമിനെ പിന്തുടരാം, അവിടെ പോകാം, അവിടെ ഫ്രീ സെക്സ് ഉണ്ട്, ഫ്രീ ആയിട്ട് പല കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പോവാം. 3-4 മണി കട്ടണയിൽ കെട്ടാം, അവിടെ ഒന്നും വലിയ പാപം ഉണ്ടാവില്ല. പക്ഷെ ആത്മാവങ്ങ് പോകത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിത്യജീവൻ വേണമെങ്കിൽ അത് ക്രിസ്തുവിൽ തന്നെ ഉള്ളൂ. അത് നിങ്ങൾ എവിടെ പോയാലും കിട്ടത്തില്ല, അത് എല്ലാവരും കിട്ടും. പക്ഷേ മറ്റൊരു കാര്യം, ക്രിസ്ത്യാനികളുടെ സ്വഭാവം കണ്ടിട്ട്, ക്രിസ്ത്യാനി സ്വഭാവം കൊണ്ട് ഒരു മുസ്ലിമിനോ ഒരു ഹിന്ദുവിനോ ഒരു അക്രൈസ്തവനോ ഒരു ഇതര സഭാവിശ്വാസിക്കോ പോലോ ഈ കത്തോലിക്കനാകുവാനോ ക്രിസ്ത്യാനിയാകുവാനോ സാധിക്കുന്നില്ല എങ്കിൽ, അവൻ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, അവൻ ക്രിസ്തീയതയിൽ നിന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ, എന്നാൽ സത്യത്തിലും സ്നേഹത്തിലും ജീവനിലും നീതിയിലും കരുണയിലും എല്ലാ മനുഷ്യരോടും സാഹോദര്യത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, അവൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനാണ്, മുസ്ലിമാണ്, കത്തോലിക്കാണ്, പെന്തക്കോസ്താനാണ്, പ്രൊട്ടസ്റ്റന്റ് ആണെന്നോ ഒന്നും നോക്കാതെ, ദൈവം അവൻ്റെ ജാതിയോ മതമോ വർണ്ണമോ ഒന്നും നോക്കാതെ അവനെ ദൈവം രക്ഷിച്ചോളും. അത് നിങ്ങൾ ആരും അതിനെ വേണ്ടി രക്ഷിക്കോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അത് ക്രിസ്തുവിനറിയാം ആരെ രക്ഷിക്കണമെന്നുള്ളത്. പക്ഷെ അവന് ഒരു കാര്യം ഉണ്ടായിരിക്കണം, ക്രിസ്തുവിന്റെ അസ്തിത്വത്തിന്റെ, അതായത് ദൈവത്തിന്റെ അസ്തിത്വത്തിന്റെ സാന്നിധ്യം ആ മനുഷ്യനുണ്ടാവണം. ആ സാന്നിധ്യമുള്ള മനുഷ്യനെ മാത്രമേ രക്ഷിക്കാൻ ക്രിസ്തുവിന് സാധിക്കത്തുള്ളൂ. ദൈവത്തിനും അസാധ്യമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ദൈവത്തിനെല്ലാം സാധ്യമല്ല, ചില കാര്യങ്ങൾ അസാധ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന് രക്ഷപ്പെടുകയാണെങ്കിൽ ദൈവത്തിന്റെ കണ്ണുകളിൽ ആ ഓരോ മനുഷ്യനും ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ, അവൻ ജാതി ഏതാണ്, അവന്റെ വർണ്ണം ഏതാണ്, അവന്റെ ഷേപ്പ് എന്താണ്, അല്ലെങ്കിൽ അവന്റെ സഭ ഏതാണെന്ന് നോക്കിയിട്ടല്ല, അവനിൽ ക്രിസ്തീയ മൂല്യങ്ങൾ, ദൈവിക മൂല്യങ്ങൾ അവനിൽ ഉണ്ടോ, അതാണ് ദൈവം നോക്കുക. ആ ദൈവം സത്യവും സ്നേഹവും ജീവനും നീതിയും കരുണയുമായതുകൊണ്ട് സത്യവും സ്നേഹവും ജീവനും നീതിയും കരുണയുള്ള മനുഷ്യനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുള്ളൂ. അപ്പൊ ദൈവത്തിന് ആ മനുഷ്യരെ മാത്രമേ പിടിക്കാൻ പറ്റൂ, രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അതാണ് സഭ സാർവത്രികം എന്ന് പറയുന്നത്, അതാണ് സഭ പരിശുദ്ധമെന്ന് പറയുന്നത്. ഇതുള്ളത് പരിശുദ്ധമാകുന്നുള്ളൂ. അത് 100 മേനിയാണ്, അത് 10 മേനിയുള്ളതാണത്. ആ 100 മേനിയുള്ള ആ മനുഷ്യർ അത് ഏതവരായാലും ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ളതാണ്. അതാണ് CC 830 പറയുന്നത്, ക്രിസ്തുവിന്റെ സാന്നിധ്യം. അത് ദൈവത്തിന്റെ അസ്തിത്വമുള്ള, ക്രിസ്തുവിന്റെ അസ്തിത്വമുള്ള, സഭയുടെ അസ്തിത്വമുള്ള സാന്നിധ്യമുള്ള മനുഷ്യർ, അവരെയാണ് ദൈവത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുള്ള അടിസ്ഥാനപരമായ വിശ്വാസ സത്യം ദൈവവചനത്തിൽ നിന്നും സഭയുടെ പ്രബോധത്തിൽ നിന്നും മനസ്സിലാക്കി ക്രൈസ്തവർ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള മതസ്ഥരും നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തില്ല. ഓരോ മനുഷ്യന്റെയും ആത്മാവ് രക്ഷപ്പെടുത്തണമെങ്കിൽ അത് രക്ഷപ്പെടുത്താൻ ഏക ദൈവമേ ഉള്ളൂ. അത് സകല മനുഷ്യർക്കും എല്ലാവർക്കും ഒരു ദൈവമേ ഉള്ളൂ. അത് യേശുക്രിസ്തു ആയതുകൊണ്ട് അത് അങ്ങനെ ആയിപ്പോയി. പിന്നെ എന്ത് ചെയ്യാനാ, യേശുക്രിസ്തു ആയിപ്പോയി എല്ലാ മനുഷ്യനും ഉള്ളത്. അത് എല്ലാ മനുഷ്യർക്കും അവരവരുടെ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ, സത്യത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ, സ്നേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ, ജീവന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ, നീതിയുടെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ, കരുണയുടെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ, പ്രകാശത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിലെത്തിയിരിക്കും. കാരണം അവനാണ് ഈ സത്യത്തിന്റെ, സ്നേഹത്തിന്റെയും, ജീവന്റെ, നീതിയുടെയും, കരുണയുടെയും, പ്രകാശത്തിന്റെ ഒക്കെ പൂർണ്ണത. അതുകൊണ്ട് എല്ലാ മനുഷ്യനും, അതുകൊണ്ടാണ് ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുക്രിസ്തു എന്ന നാമം. ആ നാമം എന്ന് പറയുന്ന പേരിൽ വ്യത്യസ്തതയല്ല, ആ അസ്തിത്വത്തിന്റെ എസൻസിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രൂപമോ ഭാവമോ ഇരിക്കുന്ന ക്രിസ്തുവോ ഡാൻസ് കളിക്കുന്ന ക്രിസ്തുവോ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് അത് ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല. രൂപത്തിലൊന്നും അല്ല യേശുവിന്റെ ഇരിക്കുന്നത്. ആ യേശു വല്ല സുന്ദരക്കുട്ടപ്പനായിട്ടിരുന്നു കഴിഞ്ഞാലും, ചമ്രം പടിഞ്ഞാലും, എഴുന്നേറ്റ് നിന്നാലും, നിങ്ങൾ എങ്ങനെയൊക്കെ പേക്കോൾ ഉണ്ടാക്കി വെച്ചാലും യഥാർത്ഥ ക്രിസ്തു ആവില്ല. യഥാർത്ഥ ക്രിസ്തു എത്ര സുന്ദരനാണെങ്കിലും അല്ലെങ്കിലും ആ അസ്തിത്വത്തിലാണ് നിൽക്കുന്നത്, ആ രൂപത്തിലല്ല, അസ്തിത്വത്തിലാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ എസൻസ് ഉള്ള ക്രിസ്തു ആയിരിക്കണം നിങ്ങളുടെ ക്രിസ്തു. അതിനപ്പുറത്ത് മറ്റ് ഏത് ക്രിസ്തു വന്നാലും ആ ക്രിസ്തു ആരുടെയും ക്രിസ്തു അല്ല, ക്രിസ്ത്യാനിയുടെയും ക്രിസ്തു അല്ല, അത് വ്യാജ ക്രിസ്തു ആയിരിക്കും, ഏത് ക്രിസ്തു ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അവസാന കാലഘട്ടത്തിൽ യേശുക്രിസ്തു വരുമ്പോൾ ദൈവത്തിന്റെ അസ്തിത്വത്തെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ അസ്തിത്വത്തെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് സത്യദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കത്തില്ല.